أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള തജ്വീദ് പഠിതാക്കളെ, സുഹൃത്തുക്കളെ, ഇത്രയും കാലം ഒരു സൂറത്തിൽ നിന്ന് ഒരു തജ്വീദ് നിയമം പഠിക്കുക എന്നുള്ള രൂപത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിരുന്നത്. അൽഹംദുലില്ലാ, അത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ നമ്മൾ ഒരായത്തിൽ നിന്ന് ആ ആയത്തിൽ എന്തൊക്കെ തജ്വീദ് നിയമങ്ങളുണ്ടോ ആ രൂപത്തിലാണ് ഇനി നമ്മൾ മുന്നോട്ട് പോവുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ ഓതിക്കേട്ട ആയത്ത് സൂറത്തുൽ ബയ്യീനയിലെ 1-ാമത്തെ ആയത്താണ്. ആ 1-ാമത്തെ ആയത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില തജ്വീദ് നിയമങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമതായിക്കൊണ്ട് ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി. അവിടെ കഫറൂ എന്ന് പറയുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ആമനു, അതേപോലെ തന്നെ യാ അയ്യുഹല്ലദീന ആമനു എന്നൊക്കെ പറയുന്നിടത്ത് നമ്മളെന്താണ് ഒരു ഹറക്കത്തിൻ്റെ അളവിൽ അവിടെ നീട്ടുക എന്നുള്ളതാണ്. മനസ്സിലായി? ഒരേ ഒരു ഹറക്കത്ത്, കൂടുതൽ നീട്ടാൻ പാടില്ല. ചില ആൾക്കാരൊക്കെ ലം യകുനില്ലദീന കഫറു മിൻ അഹ്ലി എന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, കഫറൂ മിൻ അഹ്ലി കൂടുതൽ നീട്ടാതെ ഒരു ഒറ്റ ഹറക്കത്തിൻ്റെ അളവിൽ നീട്ടുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഇതിലുള്ള തജ്വീദിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത് വൽ മുശ്രികീന മുൻഫക്കീന. അവിടെ മുൻഫക്കീന എന്നുള്ളത് അവിടെ ഒരു നൂന് സാക്കിനുണ്ട്, സുക്കൂനുള്ള ഒരു നൂനുണ്ട്. സുക്കൂനുള്ള നൂനിന് ശേഷം ഫാ വന്നാൽ, അല്ലേ, സുക്കൂനുള്ള നൂനിന് ശേഷം ഫാ വന്നാൽ അവയെ ഉന്നത്ത് സഹിതം ഇഖ്ഫാ ചെയ്യണം, അഥവാ മണിപ്പിച്ചുകൊണ്ട് അവ്യക്തമാക്കണം. ആരെയാണ് മണിപ്പിച്ചുകൊണ്ട് അവ്യക്തമാക്കേണ്ടത്? നൂനു സാക്കിനെ. എങ്ങനെയാണ് അവിടെ മണിപ്പിച്ചുകൊണ്ട് അവ്യക്തമാക്കേണ്ടത്? മുൻഫക്കീന എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇനി ആർക്കെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇത് പഠിക്കാൻ വേണ്ടി നന്നായി പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.